റെക്കോർഡ് വിനിമയ നിരക്കിൽ ബഹ്റൈൻ ദിനാർ. ഒരു ദിനാറിന്റെ മൂല്യം 233 രൂപ 50 പൈസ പിന്നിട്ടു. ഇന്ത്യൻ രൂപയുടെ മൂല്യം വൻതോതിൽ കുറയുന്നത് നേട്ടമാക്കി പ്രവാസികൾ. ഡോളറുമായുള്ള വ്യാപാരത്തിൽ രൂപ ഇന്ന് വലിയ തകർച്ചയാണ് നേരിട്ടത്. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പിഴകളിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്ക് ബഹ്റൈൻ ശൂറ കൗൺസിലിന്റെ അംഗീകാരം. പുതിയ ഭേദഗതി പ്രകാരം തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ച പ്രവാസികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് പിഴയിൽ ഇളവ് ലഭിക്കും. ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്യും. കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റോ മറ്റ് കമ്പനികളുടെ പെർമിറ്റോ ഉള്ളവരെ നിയമിക്കുന്ന കമ്പനികൾക്ക് 1000 ദിനാറാണ് നിലവിൽ പിഴ. ഇത് 500 ദിനാറായി കുറച്ചേക്കും. ബഹ്റൈനിലെ 41 സർക്കാർ സേവനങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. മൈ ഗവ് ആപ്പ് പുറത്തിറക്കി ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി. CPR, പാസ്പോർട്ട് തുടങ്ങി 41 സർക്കാർ സേവനങ്ങളാണ് ആപ്പിലൂടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക. ചെമ്മീൻ അടക്കമുള്ള ചെറിയ മത്സ്യങ്ങളെ പിടിക്കുന്നതിനായി പ്രഖ്യാപിച്ച നിരോധനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ബഹ്റൈനിലെ മത്സ്യത്തൊഴിലാളികൾ. നിലവിലുള്ള നിരോധന തീരുമാനം തങ്ങളുടെ ഉപജീവന മാർഗത്തെ സാരമായി ബാധിക്കാനിടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹ്റൈനിലെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയത്. ബുഹറക് സൂക്കിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും പുതിയ ഷട്ടിൽ ബസ് സർവീസിന് തദ്ദേശ കൗൺസിലിന്റെ അനുമതി. വാരാന്ത്യങ്ങളിലടക്കമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുക, സന്ദർശകർക്ക് സൂക്കിലെത്തിച്ചേരാനുള്ള മികച്ച യാത്രാമാർഗങ്ങൾ ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കൗൺസിൽ ഷട്ടിൽ സർവീസ് അനുവദിക്കുന്നത്.